ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം എടുക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരാളാണ് മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ട് സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങള്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന രീതിയിൽ, പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമുക്ക് നോക്കാം. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് 1 മാർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇനി മുന്നോട്ട് തരാൻ പോകുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനി നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നോക്കുക, എന്താണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്? പത്മനാഭപുരം പാലസ് ഇംപ്രൂവ് ചെയ്തു. മലയാളത്തിലേക്ക് നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തിൽ പത്മനാഭപുരം കൊട്ടാരം മെച്ചപ്പെടുത്തുകയും കൃഷ്ണപുരം കൊട്ടാരം, കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിക്കപ്പെടുകയും ചെയ്തു, അല്ലെ? അതുപോലെ കൃഷി മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക ശ്രദ്ധ അദ്ദേഹം നൽകി. കൃഷി മെച്ചപ്പെടുത്താൻ പൊന്മന അണയാണ്, പുത്തനണ എന്നീ അണക്കെട്ടുകൾ അദ്ദേഹം നിർമ്മിക്കുകയും ഈ പുത്തൻ അണക്കെട്ട് ജലസേചനത്തിന് ഒരുപാട് സഹായകമാവുകയും ചെയ്തു. അതായത് പത്മനാഭപുരം പ്രദേശത്തും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനകത്ത് ഈ പുത്തൻ അണക്കെട്ടിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറിഗേഷൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇറിഗേഷൻ. നിരവധി കനാലുകൾ, ജലസംഭരണികൾ ഇദ്ദേഹം നിർമ്മിച്ചിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് കോട്ടകൾ പലതും നിർമ്മിച്ചിരുന്നത്. അതിനകത്ത് കൊല്ലം, ചങ്ങനാശ്ശേരി, മാവേലിക്കര എന്നിവിടങ്ങളിൽ പഴയ കോട്ട ഒന്നുകൂടെ പുതുക്കുകയും ചെയ്തു. അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫോർട്ടുകളെ റിപ്പയർ ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഓക്കെ, അതുപോലെ നമുക്കറിയാം ആർമിയെ മോഡേണൈസ് ചെയ്തു. ആരുടെ ഹെൽപ്പോട് കൂടി? ഡിലനോയുടെ ഹെൽപ്പോട് കൂടി ആർമിയെ മോഡേണൈസ് ചെയ്യപ്പെടുകയും, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ. PSC സ്ഥിരം ചോദിക്കാറുണ്ട്. മല്ലൻ ശങ്കരൻ ഓഫ് പള്ളിയാടി വാസ് അപ്പോയിന്റഡ് ടു സെറ്റിൽ ലാൻഡ് ബോത്ത് ഡ്രൈ ആൻഡ് വെറ്റ്. 1739 മല്ലൻ ശങ്കരനെ ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നത്. മല്ലൻ ശങ്കരന്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹമാണ് ലാൻഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക, അല്ലെ? ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലാൻഡിന് പല പേരുകൾ കൊടുത്തു, അല്ലെ? ദേവസ്വം, അതുപോലെ ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ മല്ലൻ ശങ്കരനാണ് വേർതിരിച്ച് കൊണ്ടുവന്നത്. 1739 ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. അതുപോലെ വാർഷിക ബജറ്റ് സമ്പ്രദായം അവതരിപ്പിച്ചു. വാർഷിക ബജറ്റിന് അദ്ദേഹം വിളിച്ചിരുന്നത് പതിവ് കണക്ക്. പ്രീവിയസ് ചോദ്യമാണ്. അതായത് പുതുതായി വികസിപ്പിച്ച രാജ്യം പത്മനാഭസ്വാമി തൃപ്പടിദാനത്തിന് അദ്ദേഹം സമർപ്പിച്ചു, അല്ലെ? പത്മനാഭസ്വാമിക്ക് തൃപ്പടിദാനം ഏതാ വർഷം? 1750 ജനുവരി 3 ഈ ഒരു തൃപ്പടിദാനം അദ്ദേഹം നടത്തിയത്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും അറ്റകുറ്റപ്പണികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. 1731 അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും 1733 ഇത് പൂർത്തിയാവുകയും ചെയ്തു. ഈ സമയത്താണ് ഒറ്റക്കൽ മണ്ഡപം അവിടെ നിർമ്മിക്കപ്പെടുന്നത്. 1566 ആരംഭിച്ച കിഴക്കൻ ഗോപുര സമർപ്പണത്തിന് ശേഷം 5ാം നിലയും പൂർത്തിയാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം പുരാണങ്ങളിൽ കാർത്തവീര്യാർജുനുമായി ബന്ധപ്പെട്ട മതപരമായ ചടങ്ങുകളുടെ മാതൃകയായിട്ടാണ് ഭദ്രദീപവും മുറജപവും അവതരിപ്പിക്കപ്പെട്ടത്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരൊക്കെ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നിട്ടുള്ളത്, അതായത് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇതും പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ പറയുന്നത് ഈ പോയിന്റ്സ് തന്നെ നമ്മൾ കേരള ഹിസ്റ്ററിയിലും കൊടുത്തിട്ടുണ്ട്. ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഈ പോയിന്റ്സ് തന്നെയാണ്, ഒന്നും കൂടി ഇലാബറേറ്റഡ് വേർഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെയും ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹം ഈ ഒരു കാർഷികപരമായിട്ടുള്ള, അല്ലെ, കാർഷിക വികസനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. അണക്കെട്ടുകൾ, ഇറിഗേഷന് പ്രാധാന്യം കൊടുത്തിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് മറന്നു പോകരുത്. രാമയ്യൻ ദളവ ഇദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു. ഇദ്ദേഹം ഭരണ സമ്പ്രദായത്തിൽ മാർത്താണ്ഡവർമ്മയെ ഒരുപാട് സഹായിച്ചിട്ടും ഉണ്ട്.
അതുപോലെ പ്രതിരോധ സജ്ജീകരണം, ഈ പറഞ്ഞ യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനം, ആയുധമൊക്കെ തിരുവിതാംകൂർ സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ആരായിരുന്നു? ഡിലനോയുടെ ഹെൽപ്പോട് കൂടി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ മാവേലിക്കര, ചങ്ങനാശ്ശേരി, കൊല്ലം മുതലായ സ്ഥലങ്ങളിലെ പഴയ കോട്ടകൾ പുതുക്കുകയും പത്മനാഭപുരം, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പുതിയ കോട്ട കെട്ടുകയും പിന്നെ എവിടെയാണെന്ന കൃഷ്ണപുരം കോട്ട, അല്ലെ, കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു. വാസ്തുശില്പ കലകൾ ഇദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നികുതി സംഭരണത്തിന്റെ ഏർപ്പാടുകളിൽ അദ്ദേഹം മുന്നോട്ട് വന്നതിനകത്ത് പള്ളിയാടി മല്ലൻ ശങ്കരനെ 1739 നിയമിക്കുകയും ഇദ്ദേഹം ദേവസ്വം ബ്രഹ്മസം ദ്വാനം പണ്ടാരവക മറന്നു പോകാതിരിക്കാനാണ് പിന്നെയും പറയുന്നത്. ഇരുപ്പ് നിലങ്ങൾക്ക് ഒരുപ്പ് നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഭൂവുടമകൾക്കും കൈവശം ഇരിക്കുന്ന വസ്തുവിന്റെ കരം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം നൽകി സർക്കാരിന്റെ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു. എന്താ പറഞ്ഞത്? സർക്കാരിന്റെ വ്യാപാര വിഭാഗത്തെ ഒന്ന് പുനഃസംവിധാനം ചെയ്യുകയും കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടവും ഉപ്പ് നിർമ്മാണവും സർക്കാരിന്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിലും ഇവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചൗക്ക ഏർപ്പെടുത്തി. എന്തിന്? കള്ളക്കടത്ത് തടയാൻ. അതിർത്തികളില് കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം പിരിക്കാൻ പ്രത്യേകം നടപടി സ്വീകരിച്ചു. ഇതിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു ഈ വ്യാപാര ഭരണത്തിന്റെ. അതുപോലെ ഇത് ചോദിച്ചിട്ടുണ്ടേ, പകുതി അഥവാ വില്ലേജിനെ അടിസ്ഥാന ദേശ ഘടകമാക്കി അതിന്റെ ഭരണത്തിന് പ്രവർത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണ സമ്പ്രദായം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതായത് വില്ലേജ് ഓഫീസേഴ്സിലെ അതിനെയാണ് പ്രവർത്തിക്കാർ എന്ന് വിളിച്ചത്. ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല ആർക്കാണ്? ഈ പ്രവർത്തിക്കാർക്കായിരുന്നു. ഇന്നത്തെ തഹസീൽദാർമാരുടെ പദവിയിലുള്ള കാര്യക്കാര്, വില്ലേജ് ഓഫീസേഴ്സ് പ്രവർത്തിക്കാർ, അതുപോലെ കാര്യക്കാർ എന്ന് പറയുന്നത് തഹസീൽദാർമാരാണ്. അവരുടെ കീഴിൽ ഈ പകുതി, അതായത് പല വില്ലേജുകൾ ചേർന്നതിന് എന്ത് വിളിച്ചു? മണ്ഡപത്തും വാതുക്കൽ. പ്രീവിയസ് ചോദ്യമാണ്. പൊതു ചെലവിന്റെ പല ഇനങ്ങൾക്ക് വേണ്ടി വെവ്വേറെ നിശ്ചിത തുക നീക്കി വെച്ചുകൊണ്ട് പതിവ് കണക്ക് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ദെൻ തൃപ്പടിദാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1750 ജനുവരി 3-ാം തീയതിയാണ് ഇദ്ദേഹം തൃപ്പടിദാനം നടത്തിയത്. ശ്രീപത്മനാഭന് സർവ്വസ്വത്തും ദാനം കൊടുക്കുക, അല്ലെ, സമർപ്പിക്കുക. അന്നു തൊട്ട് പത്മനാഭദാസന്മാരെന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അതായത് ഈ ഒരു തൃപ്പടിദാനം നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ പുതുക്കി പണിഞ്ഞു ക്ഷേത്രം. അതുപോലെ ക്ഷേത്ര ഭരണം നല്ല നിലയ്ക്കാക്കുന്നതിന് നടപടി സ്വീകരിച്ചു. അറ്റകുറ്റപ്പണികള്, അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണം ഒക്കെ 1731 ആരംഭിച്ച് 33 കൊണ്ട് പൂർത്തിയാക്കി. ഗണ്ഡകി നദീതടത്തിൽ നിന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്ന, അല്ലെ, സാളഗ്രാമങ്ങൾ, എത്ര? 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം ഇദ്ദേഹം പുതുക്കി നിർമ്മിച്ചത്. ഒറ്റക്കൽ മണ്ഡപം, അല്ലെ, അദ്ദേഹം നിർമ്മിച്ചു. AD 1566 കിഴക്കേ ഗോപുരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 5-ാം നിലയോളം എത്തിയതും തൃപ്പടിദാനത്തിന് ശേഷമാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. സാംസ്കാരിക പുരോഗതി ചോദിക്കുമ്പോൾ കലകൾക്ക് കൂടുതൽ പ്രാധാന്യം സാഹിത്യത്തിനും കലയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ. അതുപോലെ മതത്തിന് സംരക്ഷണം ഇമ്പോർട്ടന്റ് ആണ്. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരൊക്കെ ഇദ്ദേഹത്തിന്റെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചിരുന്നു. കൂത്ത്, പാടകം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. ചെറിയൊരു വീഡിയോ കൊണ്ട് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.